എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് നമ്പർ 6, നെബുലകൾ. ഇന്ന് നമ്മൾ നെബുലകളെ കുറിച്ചാണ് പറയുന്നത്. നെബുലകൾ എന്നാൽ എന്ത്? പ്രപഞ്ച ധൂളീപടലങ്ങളാണ് നെബുലകൾ. ഇവ വിദൂരവും വിപുലവുമാണ്. ഇവയിൽ സാധാരണ 2% ധൂളിയും ബാക്കി നക്ഷത്രങ്ങളിൽ കണ്ടുവരുന്ന മൂലകങ്ങളും ഹൈഡ്രജനുമാണ് അടങ്ങിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഉജ്ജ്വല ക്രമരഹിത നെബുലകൾ ഏവ: കാർത്തികഗണ നെബുല, മൊസരോസിലെ റൊസറ്റോ, ധനുഗണത്തിലെ ട്രിഫറ്റ് നെബുല എന്നിവയാണ് പ്രധാനപ്പെട്ട ഉജ്ജ്വല ക്രമരഹിത നെബുലകൾ. നിഷ്പ്രഭ ക്രമരഹിത നെബുലകൾ എന്നാൽ എന്ത്? ആകാശത്തിലെ നിഷ്പ്രഭങ്ങളായ പല ഭാഗങ്ങളിലും പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ കാണാൻ സാധ്യമല്ല. ഈ ഭാഗങ്ങളിലെ നെബുലകളെയാണ് നിഷ്പ്രഭ ക്രമരഹിത നെബുലകൾ എന്ന് പറയപ്പെടുന്നത്. ക്ഷയോപചയ നെബുലകൾ എന്നാൽ എന്ത്? ക്ഷയോപചയ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഈ നെബുലകൾ. ഇവയ്ക്ക് ഫാനിൻ്റെ ആകൃതിയാണ് ഉള്ളത്. അപ്പോൾ ഫാനിൻ്റെ ആകൃതിയിലുള്ള നെബുലകളാണ് ക്ഷയോപചയ നെബുലകൾ. അടുത്തതായി പ്രതിഫലന നെബുലകൾ എന്നാൽ എന്തെന്ന് നോക്കാം. നക്ഷത്രപ്രകാശം പ്രതിഫലിപ്പിക്കുന്ന കോസ്മിക് ധൂളീപടലങ്ങളാണ് പ്രതിഫലന നെബുലകൾ എന്ന് പറയുന്നത്. അതിഗാലക്സിക നെബുലകൾ എന്നാൽ എന്ത്? ക്രമരഹിതവും വികിരണ രേഖകൾ നിർഗമിക്കുന്നതുമായ നെബുലകളെ അതിഗാലക്സിക നെബുലകൾ എന്ന് അറിയപ്പെടുന്നു. ക്രമരഹിതവും വികിരണ രേഖകൾ നിർഗമിക്കുന്നതുമായ നെബുലകളെ അതിഗാലക്സിക നെബുലകൾ എന്ന് അറിയപ്പെടുന്നു. നെബുലകളെ പറ്റി പഠിച്ചതിന് നോബൽ സമ്മാനം നേടിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് അടുത്തത് നോക്കാം. ഡോക്ടർ എസ് ചന്ദ്രശേഖറാണ് നെബുലകളെ പറ്റി പഠിച്ചതിന് നൊബേൽ സമ്മാനം നേടിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഇന്ന് നെബുലകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നെബുലകൾ എന്നാൽ എന്താണെന്ന് കണ്ടു. പ്രധാനപ്പെട്ട ഉജ്ജ്വല ക്രമരഹിത നെബുലകൾ എന്താണെന്ന് കണ്ടു. നിഷ്പ്രഭ ക്രമരഹിത നെബുലകൾ എന്താണെന്ന് കണ്ടു. ക്ഷയോപചയ നെബുലകൾ എന്താണെന്ന് പറഞ്ഞു. പ്രതിഫലന നെബുലകൾ എന്താണെന്ന് പറഞ്ഞു. അതിഗാലക്സിക നെബുലകൾ എന്നാൽ എന്തെന്ന് കണ്ടു. ശേഷം ലാസ്റ്റ് ആർക്കാണ് ഭാരതീയ നോബൽ സമ്മാനം ലഭിച്ചത്? ഭാരതീയ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ചന്ദ്രശേഖരനാണ് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നത്